ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സ് നോക്കാം. അപ്പൊ ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി, അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം അല്ലെ. ഒന്നുകിൽ ജനറൽ ആയിട്ട് നമ്മുടെ ബോഡി ഹോൾ ആയിട്ട് ഇൻവോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കലി ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ട് അല്ലെ. അപ്പോ നമുക്ക് ലോക്കലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഞ്ചക്ഷൻ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ലോക്കലായിട്ട് ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ പോർഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നെർവ്സിന്റെ സെൻസേഷൻ ഇല്ലാതാക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ലോക്കൽ അനസ്തെറ്റിക്സ്. ഇനി ലോക്കൽ അനസ്തെറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അതിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സിന്റെ സ്ട്രക്ചർ നോക്കിയാൽ അതിലൊരു ബെൻസീൻ റിംഗ് കാണും, അതേപോലെ തന്നെ അതിനൊരു ക്വാട്ടേണറി അമൈൻ ഗ്രൂപ്പും കാണും. ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് ഒരു എസ്റ്റർ അല്ലെങ്കിൽ അമൈഡ് ലിങ്കേജ്, ഓക്കെ, എസ്റ്റർ അല്ലെങ്കിൽ അമൈഡ് ലിങ്കേജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒരു ലിപ്പോഫിലിക് ആയിട്ടുള്ള ബെൻസീൻ റിംഗ് ഉണ്ടായിരിക്കും, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള നമ്മുടെ അമൈൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ക്വാട്ടേണറി ആണ്, അപ്പൊ അതുകൊണ്ട് ഹൈഡ്രോഫിലിക് ആണ്, പ്ലസ് ആണല്ലോ, NH+ ആണല്ലോ വരെ, അപ്പൊ അതുകൊണ്ട് അത് ഹൈഡ്രോഫിലിക് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എസ്റ്റർ അല്ലെങ്കിൽ അമൈഡ് ലിങ്കേജ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് കെമിക്കലി നമുക്ക് നമ്മുടെ ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ്സിനെ രണ്ടായിട്ട് പറയാം. അതായത് എസ്റ്റർ ടൈപ്പ് അനസ്തെറ്റിക്സും ഉണ്ട്, അമൈഡ് ടൈപ്പ് അനസ്തെറ്റിക്സും ഉണ്ട്. എസ്റ്റർ ടൈപ്പ് അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൊക്കെയിൻ, പ്രൊക്കെയിൻ, ക്ലോറോപ്രൊക്കെയിൻ, ടെട്രാക്കെയിൻ, ബെൻസോക്കെയിൻ ഒക്കെ എസ്റ്റർ ടൈപ്പ് അനസ്തെറ്റിക്സ് ആണ്. അമൈഡ് ടൈപ്പ് അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിന് മെയിൻലി വരുന്നത് ലിഡോക്കെയിൻ, ഡിബുക്കെയിൻ, ബുപ്പിവാക്കെയിൻ, പ്രിലോക്കെയിൻ, പിന്നെ അതുപോലെ തന്നെ റോപ്പിവാക്കെയിൻ, നെപ്പിവാക്കെയിൻ, എറ്റിഡോക്കെയിൻ, ഇതെല്ലാം നമുക്ക് എന്താണ്, അമൈഡ് ടൈപ്പ് അനസ്തെറ്റിക്സ് ആണ്. ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട, നമുക്ക് ഇൻ കേസ് ചോദിച്ചാൽ അറിയാനായിട്ട് നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരിക്കും, നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന് എസ്റ്റർ ലിങ്കേജ് വരുന്നതിനൊക്കെ ഇപ്പൊ ഫസ്റ്റ് അമൈഡ് പറയാം, എന്നിട്ട് എസ്റ്റർ പറയാം. അമൈഡിൽ ഒരു ഐ ഉണ്ട് അല്ലെ, അപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൈഡ് ടൈപ്പിൽ വരുന്ന ഡ്രഗ്സിനൊക്കെ രണ്ട് ഐ ഉണ്ട്. ദാറ്റ് ഈസ് ലിഡോക്കെയിൻ, ഡിബുക്കെയിൻ, ബുപ്പിവാക്കെയിൻ, പ്രിലോക്കെയിൻ, റോപ്പിവാക്കെയിൻ, മെപ്പിവാക്കെയിൻ, എറ്റിഡോക്കെയിൻ. ഓക്കെ, യൂഷ്വലി അതെന്താണ്, നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അമൈഡ് ടൈപ്പ് അനസ്തെറ്റിക്സ്. എസ്റ്റർ ടൈപ്പ് അനസ്തെറ്റിക്സ് ആകുമ്പോൾ ഒരു ഐ ആണ് യൂഷ്വലി കാണുന്നത്. ദാറ്റ് ഈസ് കൊക്കെയിൻ, പ്രൊക്കെയിൻ, ക്ലോറോപ്രൊക്കെയിൻ, ടെട്രാക്കെയിൻ, ബെൻസാക്കെയിൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു ഐ ഉള്ളൂ. ഓക്കെ, അപ്പൊ അമൈഡില് ഒരു ഐ ഉണ്ട്, അപ്പൊ അഡീഷണലി ഒരു ഐയും കൂടി ഉണ്ട്, അതായത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഈസിലി. എസ്റ്റർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐ വെച്ചിട്ട് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ, അല്ലാതെ കാണാതെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എസ്റ്റർ ടൈപ്പ് അനസ്തെറ്റിക്സും അമൈഡ് ടൈപ്പ് അനസ്തെറ്റിക്സും ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി ഈ ലിഗ്നോക്കെയിന്റെ തന്നെ മറ്റൊരു, ലിഡോക്കെയിന്റെ തന്നെ മറ്റൊരു പേരാണ് ലിഗ്നോക്കെയിനും സൈലോക്കെയിനും. ഓക്കെ, അതും കൂടിയിട്ട് ഓർക്കാം. ഇനി നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞില്ലേ എസ്റ്റേഴ്സ് ഉണ്ട്, അമൈഡ്സ് ഉണ്ട്. അപ്പൊ ഈ അമൈഡ്സ് ആണ് ആക്ച്വലി ലോങ് ആക്ടിങ് ആണ് അമൈഡ്സ്. അതേപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് കുറവാണ് അമൈഡ്സിന്റെ കേസിൽ. ലിഗ്നോക്കെയിൻ ഒക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് അല്ലെ, അപ്പൊ അതെന്തുകൊണ്ടാണ്, അലർജിക് റിയാക്ഷൻസ് കുറവാണ്. പക്ഷെ എസ്റ്റേഴ്സ് ആണെങ്കിൽ ഷോർട്ട് ആക്ടിങ് ആണ്, കുറച്ചുകൂടി ഷോർട്ട് ആക്ടിങ് ആണ് എസ്റ്റേഴ്സ്. അതേപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് കൂടുതലാണ് എസ്റ്റേഴ്സിന്. ഓക്കെ, അപ്പോ പിന്നെ അതുപോലെ തന്നെ സൾഫോണമൈഡ്സ് ഡ്രഗ്സുമായിട്ട് എസ്റ്റേഴ്സ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അവരുടെ മെക്കാനിസത്തിനെ അത് ബാധിക്കും. അപ്പോ അതും കൂടിയിട്ട് ഓർക്കുക. എസ്റ്റേഴ്സ് ഷോർട്ട് ആക്ടിങ് ആണ്, പിന്നെ അതുപോലെ പക്ഷെ അതിന് എന്താണ്, അലർജിക് റിയാക്ഷൻസ് കൂടുതലാണ്. അമൈഡ്സ് ലോങ് ആക്ടിങ് ആണ്, അലർജിക് റിയാക്ഷൻസ് കുറവാണ്. ഇനി നമുക്ക് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലോക്കൽ അനസ്തെറ്റിക്സിന്റെ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് മെയിൻലി സർഫസ് അപ്ലൈ ചെയ്യുന്ന അനസ്തെറ്റിക്സ്, ഇൻജെക്റ്റബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന അനസ്തെറ്റിക്സ് നോക്കാം. അപ്പം സർഫസ് ആയിട്ട് നമുക്ക് സർഫസ് അനസ്തെറ്റിക്സ്, അതായത് ടോപ്പിക്കലി നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അനസ്തെറ്റിക്സ് ആണ് കൊക്കെയിൻ, ലിഗ്നോക്കെയിൻ, ടെട്രാക്കെയിൻ, ഓക്സിതോസൈൻ ഒക്കെ എന്താണ്, സർഫസ് അനസ്തെറ്റിക്സ് ആണ്. ഓക്കെ, ടോപ്പിക്കലി ആപ്ലിക്കബിൾ ആണ്. ഈ ടെട്രാക്കെയിന്റെ മറ്റൊരു പേരാണ് അമിത്തോക്കെയിൻ. ഓക്കെ, ടെട്രാക്കെയിൻ അല്ലെങ്കിൽ അമിത്തോക്കെയിൻ, പിന്നെ കൊക്കെയിൻ, ലിഗ്നോക്കെയിൻ, ഓക്സിതോസൈൻ. ഇനി നെക്സ്റ്റ് വരുന്ന ഇൻജെക്റ്റബിൾ ഫോമിൽ എടുക്കുന്ന ഡ്രഗ്സ് ആണ് പ്രൊക്കെയിൻ, ക്ലോറോപ്രൊക്കെയിൻ, ലിഗ്നോക്കെയിൻ, പ്രിലോക്കെയിൻ, ടെട്രാക്കെയിൻ, ബുപ്പിവാക്കെയിൻ, റോപ്പിവാക്കെയിൻ, ഡിബുക്കെയിൻ. ഓക്കെ, അപ്പം ഇൻജെക്റ്റബിൾ ഫോംസിൽ എടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ഡ്രഗ്സ്, ലോ പൊട്ടൻസി ആണ്, വളരെ ഹൈ എമൗണ്ട് വേണം നമുക്ക് ഡ്രഗ്സിന്. ഓക്കെ, അപ്പൊ ഡോസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഷോർട്ട് ആക്ടിങ് ആണ് ഏത്, പ്രൊക്കെയിൻ, ക്ലോറോപ്രൊക്കെയിൻ. നെക്സ്റ്റ് വരുന്നത് ഇന്റർമീഡിയറ്റ് ഡ്യൂറേഷൻ വിത്ത് ഇന്റർമീഡിയറ്റ് പൊട്ടൻസി, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അല്ലെ, ലിഗ്നോക്കെയിൻ, പിന്നെ ഒന്ന് പ്രിലോക്കെയിൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലോങ് ആക്ടിങ് വിത്ത് ഹൈ പൊട്ടൻസി ഡ്രഗ്സ് ആണ് ടെട്രാക്കെയിൻ,
ബുപ്പിവാക്കൈൻ, പ്രോപ്പിവാക്കൈൻ ആസ് വെൽ ആസ് ഡിബൂക്കൈൻ. ഓക്കെ, മോസ്റ്റ്ലി ഇതിന്റെ നെയിംസ് മാത്രം ഓർത്താൽ മതി ലോക്കൽ അനസ്തെറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രഗ് ലിഗ്നോക്കൈൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ ടെട്രാക്കൈന്റെ കേസ് ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന മെക്കാനിസം ഓഫ് ആക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് എല്ലാം തന്നെ നമ്മുടെ ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അനസ്തെറ്റിക് എഫക്റ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? സി, ഈ അൺഅയണൈസ്ഡ് ഫോമില് ഇത് സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സോഡിയത്തിന്റെ എൻട്രി ഉണ്ടാവില്ല. സോഡിയത്തിന്റെ എൻട്രി ഉണ്ടാവാതെ നമുക്ക് അടുത്ത ഇമ്പൾസ് ജനറേഷൻ നടക്കത്തില്ല അല്ലെ? അപ്പൊ സെൻസേഷൻ നടക്കത്തില്ല. അപ്പൊ അങ്ങനെയാണ് അത് ആ ബ്ലോക്കേജ് അല്ലെങ്കിൽ സെൻസേഷൻ ഇല്ലാണ്ടാക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ലോക്കൽ അനസ്തെറ്റിക്സ് എന്താണ്? വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ആക്ഷൻ തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർക്കാനുള്ള ഒരു പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ബുപ്പിവാക്കൈൻ. ബുപ്പിവാക്കൈൻ വളരെ കാർഡിയോ ടോക്സിസിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് ഏതാണ്? ബുപ്പിവാക്കൈൻ ആണ്. ഓക്കെ, ബുപ്പിവാക്കൈന് കാർഡിയോ ടോക്സിസിറ്റി വളരെ കൂടുതലാണ്. ബുപ്പിവാക്കൈന് അത് ECGയുടെ QRS കോംപ്ലക്സ് വളരെ ബ്രോഡൻഡ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്രിട്ടീലിയം. ബ്രിട്ടീലിയം ആണ് ഈ ബുപ്പിവാക്കൈൻ ഇൻഡ്യൂസ്ഡ് ടാക്കികാർഡിയക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്. ഓക്കെ, ബ്രിട്ടീലിയം drug of choice for what? Bupivacaine induced ventricular tachycardia. Okay, ഇനി നെക്സ്റ്റ് ബുപ്പിവാക്കൈനും ഡിബൂക്കൈനും ഒക്കെ തന്നെ ലോങ് ആക്ടിങ്ങും അതുപോലെ തന്നെ ടോക്സിസിറ്റി ഉള്ള ഡ്രഗ്സും ആണ് ബുപ്പിവാക്കൈനും ഡിബൂക്കൈനും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രഗ് ആണ് ഏത്? ലിഗ്നോക്കൈൻ അല്ലെ? ലിഗ്നോക്കൈൻ കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ലിഗ്നോക്കൈന് മറ്റൊരു ആപ്ലിക്കേഷൻ ലോക്കൽ അനസ്തെറ്റിക് പ്ലസ് ഏത് കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ്? ആന്റി എറിതീമിക് പ്രോപ്പർട്ടി ഉള്ള ഡ്രഗ് ആണ് അല്ലെ? 1B ക്ലാസ്സിൽ വരുന്ന ഡ്രഗ് ആണ്. സോ അപ്പൊ ആന്റി എറിതീമിക് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് വെൻട്രിക്കുലർ ടാക്കി എറിതീമിയക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് ഏത്? ലിഗ്നോക്കൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള റോപ്പിവാക്കൈൻ. റോപ്പിവാക്കൈൻ ആക്ച്വലി ലെസ് കാർഡിയോടോക്സിക് കണ്ടെയ്നർ ഓഫ് വാട്ട്? ബുപ്പിവാക്കൈൻ. ഓക്കെ, ബുപ്പിവാക്കൈൻ കാർഡിയോടോക്സിസിറ്റി കൂടുതലുള്ള ഡ്രഗ് ആണെന്ന് പറഞ്ഞു. അതിന്റെ കാർഡിയോടോക്സിസിറ്റി കുറഞ്ഞ അത് സെയിം ഡ്രഗ് അനലോഗ് ആണ് ഏത്? റോപ്പിവാക്കൈൻ. ഓക്കെ, സോ അപ്പോ അത്രയാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ്സ്. ബുപ്പിവാക്കൈൻ ഓർക്കുക, കാർഡിയോടോക്സിസിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ ഡിബൂക്കൈനും ടോക്സിസിറ്റി ഉള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ ബുപ്പിവാക്കൈന് കാലം കുറവ് ടോക്സിസിറ്റി ഉള്ള ഒരു ഡ്രഗ് ആണ് ഇത് റോപ്പിവാക്കൈൻ. പിന്നെ നമുക്ക് ബ്രിട്ടീലിയം ആണ് ബുപ്പിവാക്കൈന്റെ കാർഡിയോ ടോക്സിസിറ്റി അഥവാ വെൻട്രിക്കുലർ എർദീമിയയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്. പിന്നെ ലിഗ്നോക്കൈൻ ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഡ്രഗ്. അത് മറ്റൊരു ക്ലാസ്സും കൂടിയിട്ടാണ്. ഏതാണത്? ആന്റി അർദീമിക് അല്ലെ? ഇനി ലോക്കൽ അനസ്തെറ്റിക്സ് കോസിംഗ് മെഥീമോഗ്ലോബിനീമിയ, അതിൽ വരുന്നത് ഏതൊക്കെയായിരിക്കാം? ലിഗ്നോക്കൈൻ, പ്രിലോക്കൈൻ, ബെൻസോക്കൈൻ. ഓക്കെ, മെഥീമോഗ്ലോബിനീമിയ കോസ് ചെയ്യുന്ന ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ്സ് ആണ് ഏതൊക്കെ? ബെൻസോക്കൈൻ, പ്രിലോക്കൈൻ, ലിഗ്നോക്കൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ലോക്കൽ അനസ്തെറ്റിക്സും നമ്മുടെ വാസോ കൺസ്ട്രിക്റ്റർ ഡ്രഗ് ആണല്ലോ അഡ്രിനാലിനും. അപ്പൊ അഡ്രിനാലിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സിന്റെ ആക്ഷൻ പ്രൊലോങ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? വാസോ കൺസ്ട്രിക്റ്റർ അഡ്രിനാലിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുത്താൽ അതിന്റെ ആക്ഷൻ പ്രൊലോങ് ചെയ്ത് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ അല്ലെ? അഡ്രിനാലിനും ലിഗ്നോക്കൈനും കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നമുക്ക് ലോക്കൽ ആക്ഷൻ അല്ലേ വേണ്ടത്. അപ്പോ അഡ്രിനാലിന്റെ വാസോ കൺസ്ട്രിക്ഷൻ ആക്ഷൻ എന്ത് ചെയ്യും? ഈ ലിഗ്നോക്കൈൻ കുറച്ചു നേരം കൂടി ആ ഒരു സൈറ്റില് നമുക്ക് ആക്ഷൻ കിട്ടും. ഓക്കെ, സോ അപ്പൊ അത്രയാണ് വാസോ കൺസ്ട്രിക്റ്റർ പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് എക്സാംസിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ഈ വാസോ കൺസ്ട്രിക്റ്ററിന്റെ കൂടെ എന്തിനാണ് അല്ലെങ്കിൽ അഡ്രിനാലിനും ലിഗ്നോക്കൈനും കോമ്പിനേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? ഓക്കെ, എന്തിനാണ്? ടു പ്രൊലോങ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങനെ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സ് കമ്പൈൻ ചെയ്ത് കൊടുക്കുമെങ്കിലും അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് കൊക്കൈൻ. ഓക്കെ, കൊക്കൈൻ നമുക്ക് ഇങ്ങനെ വാസോ കൺസ്ട്രിക്റ്ററുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കത്തില്ല. അഡ്രിനാലിൻ പ്ലസ് കൊക്കൈൻ കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊക്കൈൻ ഇത് നോറഡ്രിനാലിന്റെ റീ അപ്ടേക്കിനെ തടയും. അപ്പൊ അതും എന്താണ്? സിമ്പത്തറ്റിക് ആക്ടിവിറ്റി അല്ലേ, വാസോ കൺസ്ട്രിക്റ്റർ അല്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് വാസോ കൺസ്ട്രിക്ഷൻ വളരെയധികം കൂടും. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് എന്ത് കൊടുക്കാൻ പാടില്ല? കൊക്കൈൻ നമ്മള് അഡ്രിനാലിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ബിക്കോസ് കൊക്കൈൻ ഈസ് ഓൾസോ വാസോ കൺസ്ട്രിക്റ്റർ ഡ്രഗ്. ഓക്കെ, സോ അപ്പോ ഇത്രയാണ് മെയിൻലി നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ്.